ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പണ്ടത്തെ കാലത്തെ പറ്റി പറയുണ്ടായി. അതായത് പണ്ട് ഇങ്ങനെ ഒത്തിരി മാങ്ങ ഉണ്ടാവും, എന്നിട്ട് അമ്മ അതെങ്ങനെയാണ് ഈ മാങ്ങ തെര പോലെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു മൺപാത്രത്തിൽ വെച്ച് അത് എയർ കയറാത്ത രീതിയിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് മഴക്കാലത്ത് അവരത് മഴയൊക്കെ നനഞ്ഞ് കുതിർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് എടുത്ത് തിന്നുമ്പോൾ ഇത് ചൂടാണല്ലോ ഈ സാധനം, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. പണ്ട് ഇതുപോലെ കാരണന്മാരൊക്കെ ചെയ്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ നമ്മളിതൊന്നും ഇതിനൊന്നും മെനക്കെടാറില്ല. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡ് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തരേണ്ടത്. അപ്പോൾ തിന്നാൻ ഭയങ്കരമായിട്ട് കൊതി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ മാങ്ങ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മൂവാണ്ടൻ മാങ്ങ കുറേ ഉണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് മാങ്ങത്തരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫ്ലാറ്റിൽ ഇവിടെ ഇപ്പോൾ UAE മാംഗോ മാനിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മാങ്ങ കിട്ടുകയും ചെയ്യും. UAE വെച്ചാൽ കുറച്ച് സൺലൈറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സൺലൈറ്റ് വരുന്ന വിൻഡോയുടെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ ഈച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റീൽ പൂണിയിൽ ബ്രെഡ് ക്രംസോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയോ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മാങ്ങ അടിച്ചത് തിൻ ലെയറായിട്ട് അത് നമ്മൾ പരത്തി കൊടുക്കാം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതാ ഇതുപോലെ വരും. ഇതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് നല്ല സൺലൈറ്റുകൾ കൊടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ അടിച്ച് ഇതുപോലെ തന്നെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 3-4 ലെയർ വരെ ഇടുമെന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ 2 ലെയർ ഇടാനുള്ളൊരു അത്രയും മാങ്ങയെ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ തിന്ന് കഴിച്ചു. പിന്നെ ഇത് ഉണങ്ങി നമുക്ക് എടുക്കാമെന്ന് മനസ്സിലാവുന്നത് സൈഡിൽ നിന്ന് അതിങ്ങനെ വിട്ടു പോരും. അപ്പോൾ നമ്മളത് എടുത്താൽ മതി. പക്ഷേ എനിക്ക് തിരക്ക് കൂടി ടേസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരുന്നു. നമ്മൾ മധുരം വേറെ ഒന്നും ഇടല്. അത് നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പുളിയും നേരിയ ഒരു പുളി പോലെ തോന്നും. ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മധുരമൊക്കെ കൂടി നല്ല ടേസ്റ്റാണ്. ഇനി ഇത് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാനും നല്ലതാണ്. അപ്പോൾ എന്നിട്ട് സൈഡിൽ നിന്ന് വിട്ട് പോർന്ന് കഴിയുമ്പോൾ നമ്മളത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ആൾ പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു നല്ല ലെയറിലാന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസസും റോൾ ചെയ്തെടുക്കും. അത്രയും ഒരു പനമ്പിലാണ് ചെയ്യുക. നമുക്കിപ്പോൾ പനമ്പ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളിത് ഒരു കുപ്പിയിൽ അടച്ചെടുത്ത് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് കുപ്പിയിൽ അടച്ചെടുത്ത് വയ്ക്കാനൊന്നും ഉണ്ടായില്ല. സെയിം ഡേയിൽ തന്നെ കഴിയുകയും ചെയ്തു.